രാജ്യത്തിനിത് അഭിമാന നിമിഷം. രാജ്യം ഏറെ നാളായി കാത്തിരുന്ന സ്പേഡെക്സ് ദൗത്യം വിജയകരമായി പൂർത്തീകരിച്ചു. ഡോക്കിംഗ് സാങ്കേതികവിദ്യ സ്വായത്തമാക്കാനുള്ള ഇന്ത്യയുടെ സ്വപ്ന ദൗത്യമായിരുന്നു സ്പാഡെക്സ്. ബഹിരാകാശത്ത് വെച്ച് ഇന്ന് രാവിലെയോടെയാണ് ഉപഗ്രഹങ്ങളെ കൂട്ടിച്ചേർത്തത്. ഇതോടെ ഡോക്കിംഗ് സാങ്കേതികവിദ്യ സ്വന്തമാക്കുന്ന നാലാമത്തെ രാജ്യമായി മാറിയിരിക്കുകയാണ് ഇന്ത്യ. റഷ്യ, അമേരിക്ക, ചൈന എന്നീ രാജ്യങ്ങളാണ് ഇതിനു മുൻപ് ഡോക്കിംഗ് സാങ്കേതികവിദ്യ വിജയിച്ച മറ്റ് 3 രാജ്യങ്ങൾ. ബഹിരാകാശത്തെത്തിയ ഇരട്ട ഉപഗ്രഹങ്ങളായ ടാർഗറ്റും ചേസറും കൂട്ടിച്ചേർക്കുന്ന ദൗത്യമാണ് സ്പേസ് ഡോക്കിംഗ്. ഉപഗ്രഹങ്ങൾ തമ്മിലുള്ള ദൂരം കുറച്ചാണ് ദൗത്യം വിജയകരമാക്കിയത്. സ്പാഡെക്സ് ദൗത്യത്തിന്റെ ഭാഗമായി ബഹിരാകാശത്ത് 2 ഉപഗ്രഹങ്ങൾ ഡോക്ക് ചെയ്യാനുള്ള ISROയുടെ 4ാമത്തെ ശ്രമമാണ് വിജയിച്ചത്. ഡോക്കിംഗ് വിജയകരമായി പൂർത്തീകരിച്ചതായി ISRO വൃത്തങ്ങൾ അറിയിച്ചു. ഡോക്കിംഗ് പൂർത്തിയാക്കിയതിന് പിന്നാലെ ശാസ്ത്രജ്ഞരുടെ ടീം വിശദമായ ഡേറ്റ വിശകലനം നടത്തുകയാണ്. ഡേറ്റ അവലോകനം പൂർത്തിയാക്കിയ ശേഷം ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ജനുവരി 12-ന് സ്പാഡെക്സ് ദൗത്യത്തിന്റെ ട്രയൽ പരീക്ഷണത്തിന്റെ ഭാഗമായി ചേസർ, ടാർഗറ്റ് എന്നീ ഉപഗ്രഹങ്ങൾ പരസ്പരം 3 മീറ്ററിനുള്ളിൽ എത്തിയിരുന്നു. ഇതിന് പിന്നാലെ ഉപഗ്രഹങ്ങളെ വേർപെടുത്തി സുരക്ഷിതമായ അകലങ്ങളിലേക്ക് മാറ്റി. ട്രയലിൽ നിന്നുള്ള വിവരങ്ങൾ വിശകലനം ചെയ്യുകയാണെന്ന് ISRO നേരത്തെ വ്യക്തമാക്കിയിരുന്നു. 220 കിലോ വീതം ഭാരമുള്ള 2 ഉപഗ്രഹങ്ങളും ഡിസംബർ 30-ന് ശ്രീഹരിക്കോട്ടയിൽ നിന്നാണ് വിക്ഷേപിച്ചത്. ആദ്യം ജനുവരി 7-നും പിന്നീട് ജനുവരി 9-നും ഷെഡ്യൂൾ ചെയ്തിരുന്ന ഡോക്കിംഗ് പിന്നീട് മാറ്റിവെക്കുകയായിരുന്നു. 66 ദിവസം നീണ്ടു നിൽക്കുന്ന ദൗത്യത്തിൽ ഏത് ദിവസം വേണമെങ്കിലും ഡോക്കിംഗ് നടക്കാമെന്നായിരുന്നു മുൻപ് ISRO അറിയിച്ചിരുന്നത്.